വിഷയം തൊപ്പിയും പിള്ളേരുമാണ്. തൊപ്പി അങ്ങനെ ലൈവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. തൊപ്പി കുറച്ച് കാലമായിട്ട് ലൈവ് ചെയ്യുന്നില്ല. ഷെമീർ ചെയ്യുന്നു, റാംബോ ചെയ്യുന്നു, അങ്ങനെ കുറച്ച് അവരുടെ ബാക്കി സെറ്റ് ചെയ്യുന്നു എന്നല്ലാതെ തൊപ്പി ലൈവിൽ നിന്ന് മാറിയുന്ന കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ തൊപ്പി ബാക്ക് ടു ആ ഗ്യാങ് ലീഡർ പൊസിഷനിലേക്ക് എത്തി വീഡിയോ ചെയ്യാണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോനകത്ത് ഇവരുടെ ഗ്യാങ്ങിനകത്ത് തൊപ്പി ലൈവ് ചെയ്തില്ലെങ്കിൽ തമ്മിൽ ഈഗോ പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ലേറ്റർ ഓൺ തൊപ്പി വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ആ ഈഗോ വളരെ വിസിബിളായിട്ട് ലൈവിൽ എല്ലാവരുടെ ഇടയിലും കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഇൻഡ്യൂഷനായിരുന്നു. കാരണം എൻ്റെ ഒരു സെൻസിന് എനിക്ക് തോന്നിയത് തൊപ്പിയാണ് അവരുടെ ലീഡർ. ആ ലീഡർ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഈ ആളുകൾക്ക്, നമ്മുടെ വ്യൂവർഷിപ്പിന് ഒരു സീനുണ്ട്. എപ്പോഴും ഒരാളെ അടിച്ചിരുത്തി അയാളുടെ ഒപ്പമുള്ള ഒരാളെ പൊക്കി വെച്ച് മറ്റവനെ അങ്ങോട്ട് താത്തി അടിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ തൊപ്പി ഒന്നും ഇങ്ങോട്ട് താന്നു പോകുമ്പോൾ ഷെമീറിനൊന്ന് പൊക്കും, റാംബോനൊന്ന് പൊക്കും, അങ്ങനെ ജാസിനോ അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ പൊക്കും. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടി വരുന്ന സമയത്ത് ചുമ്മാ ഒന്നുമില്ല, ഒരു ഫണ്ണിന് തൊപ്പീനെ ടേക്കണം എന്നുള്ള രീതി വരുമ്പോൾ ഷെമീറിനൊന്ന് പൊക്കും, അപ്പോൾ റാംബോനൊന്ന് പൊക്കും, ജാസീനൊന്ന് പൊക്കും, അങ്ങനെ ആക്കി വിടും. അത് തമ്മിൽ ഈഗോ പൊട്ടും. ഈ സാധനം വർക്കൗട്ട് ആവാനുള്ളൊരു ചാൻസ് എവിടെയോ ഞാൻ കാണുന്നുണ്ട് ഇവരെ ഗ്യാങ്ങിനിടയിൽ. അത് വരാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു വെച്ചുപോയി. ഓക്കെ, ഇത് പറഞ്ഞ പോലെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചോടെ. ബ്രോ പ്രഡിക്റ്റഡ്. എനിക്ക് വേറൊരു കാര്യമുണ്ട്. കാരണം ഈ MRC ഗ്യാങ്ങിൽ തൊപ്പി ലൈവ് ചെയ്യാതെ കുറെ കാലം ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഈഗോ ക്ലാഷിലേക്ക് പോകുന്നുള്ള സംശയം എനിക്കുണ്ട്. അത് വേറൊരു കൺസേൺ എനിക്കുണ്ട്. കാരണം ബ്രോ പ്രഡിക്റ്റഡ് എന്നാണ് ഇത് എത്ര കാലം മുമ്പിട്ട് വീഡിയോ ഇവരെങ്ങനെയാ ഇത് പ്രഡിക്റ്റ് ചെയ്തേ? ഇവ കറക്റ്റ് ചെയ്ത് ഇത് ഊഹിച്ചടാ. ഈഗോ ക്ലാഷ് ഇവിടെ ഉണ്ടാകാൻ സാധ്യത കറക്റ്റ് അതുപോലെ നടന്നില്ലേ? തൊപ്പി ചെയ്യണം, തൊപ്പി കണ്ടിന്യൂസ്ലി ചെയ്യണം. കാരണം പഴയ ഇപ്പോ ഷെമീർ ആണെങ്കിലും റാംബോ ആണെങ്കിലും ഒക്കെ ഇനി ലൈവിൽ വന്നിരിക്കുമ്പോൾ തൊപ്പിയുടെ ലൈവിലാണെങ്കിൽ പോലും അവർക്കൊരു ബേസിക് ഓഡിയൻസ് സ്കോർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇതൊരു ബേസിക് സാധനം വരാനുള്ള എല്ലാ ചാൻസും ഞാൻ മണത്ത് എനിക്കെന്തോ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ശരി, അവർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ തൊപ്പി ചെയ്യണം. അതൊരു കണ്ടിന്യൂസ്ലി ആ ഫ്ലോറിൽ പോയിട്ട് അതൊരു അങ്ങനെ ആയാലത് കറക്റ്റ് ആവും. ഞാൻ ഇപ്പഴേ പറഞ്ഞു വെക്കാം. എനിക്ക് അത് ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ എനിക്കൊരു ഇൻഡ്യൂഷൻ തോന്നുകൊണ്ട് ഞാൻ പറയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു ഇവ പറഞ്ഞു ഇവരാണെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രഡിക്ഷൻ അത് കറക്റ്റ് അതുപോലെ നടക്കുകയും ചെയ്തല്ലോ. ഇതെന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി എന്താണപ്പോ? ഒരു പ്രതിവിധി കൂടി വീഡിയോ ഉണ്ട് ഏജന്റ്. സീക്രട്ട് ആയതല്ലേ പെട്ടെന്ന് ഈഗോ ക്ലാഷ് ഈഗോ ക്ലാഷും ഈ അടിയിൽ നിന്നും ഇത് നിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കൂടി ഒരു വീഡിയോ ഇറക്കുക. ഇത് ഫിക്സ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല തൊപ്പി. ഇതെന്താ അറിയോ, ഇത് നമ്മുടെ വ്യൂവർഷിപ്പിന്റെ ഒരു തരം കളിയാണ്. അതായത് മെയിനായിട്ട് നിൽക്കുന്ന ഒരാൾ മാറുമ്പോൾ അയാളുടെ വ്യൂവർഷിപ്പ് ഡിവൈഡ് ആവും. സിമ്പിൾ. തൊപ്പിയുടെ വ്യൂവർഷിപ്പ് ഡിവൈഡായി. ഷെമീറിന് കയറി, റാംബോക്ക് കയറി, ബാക്കി ലൈവ് ചെയ്യുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരൊപ്പം കയറിപ്പോയി. കുറച്ച് കാലം തൊപ്പീനെ കാണാതെ ആകുമ്പോൾ അവർ ഷെമീറിനോട് ലോയലാവും, അല്ലെങ്കിൽ റാംബോനോട് ലോയലാവും. തൊപ്പിനോട് അവർ ലോയൽ അല്ല എന്നല്ലട്ടെ ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഫ്രഷ്നെസ് കിട്ടുമ്പോൾ ഇപ്പം തൊപ്പി വർഷങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനും തൊപ്പി എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വലിയ മെജോറിറ്റിക്ക് ആ പഴയ തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ആ അഗ്രസീവ് സാധനം, ആ ഒരു എന്താ പറയുക, ആ സാധനങ്ങളൊക്കെ കാണാൻ, അടിച്ചു പൊട്ടിക്കുന്നതും തുണിയില കളിക്കുന്നതും ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള തെറി വിളിക്കുന്ന ആൾക്കാർ, അത് കാണാൻ താല്പര്യമുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, ആ ഓഡിയൻസ് ചിലപ്പോൾ ഷെമീറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, ഇല്ലെങ്കിൽ അപ്പുറത്ത് റാംബോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അവർ പിന്നെ തൊപ്പി രണ്ടാമത് ലൈവിലേക്ക് കയറി വരുമ്പോൾ തൊപ്പീനൊന്ന് ഇരുത്തിയിട്ട് മറ്റവരൊന്ന് പൊക്കി പിടിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അവിടെ ഈഗോസ് വരും, തമ്മിൽ ഈഗോ വർക്കൗട്ട് ആവും. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ തൊപ്പി ഇവർ തമ്മിലുള്ള ഈഗോ അല്ല, ഇവർ പരസ്പരമുള്ള ഈഗോ ആവും. മനസ്സിലായോ? ഷെമീറും പശ്വാക്കും ഒന്നും അങ്ങനെ പലരും അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ഈഗോ വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് തൊപ്പിയുടെ വിടവിൽ ഞാനായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇത് എൻ്റെ വ്യൂവർഷിപ്പാണല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറൂടെ. കാരണം അതാണ് ഫെയിം വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനമാണ് പൈസ, ഈഗോ. മനസ്സിലായില്ലേ? ഈ ഫെയിം ഒരാളുടെ, ഇപ്പോൾ നിങ്ങൾ ഗ്യാങ് ആയിട്ട് ഒരു ഫെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ വലിയ സീനില്ല. ഇപ്പോൾ ഹനാൻ ഷായുടെ ഫാമിലി നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ എപ്പോഴും നോക്കിയോ, ഹനാൻ ലീഡ്സ് ഫ്രം ദ ഫ്രണ്ടാണ്. അപ്പോൾ അതിന്ന് മാറിയിട്ട് ഇച്ചും ബാക്കിയുള്ളവരൊക്കെ സ്റ്റീലൊക്കെ ഓരോന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഓരോരുത്തരുടെ സെപ്പറേറ്റ് ഓഡിയൻസ് കമൻറ്റ് ബോക്സിൽ കിടന്ന് കളിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഡിഫറെൻറ്റ് രീതിയിൽ ഇവരുടെ ഇടയിൽ ഒരു ഈഗോ പൊട്ടും. അതങ്ങനെയാണ്, അതൊരു ഫാക്റ്റാണ്. അത് എപ്പോഴും ഒരു പാക്കിനൊരു ലീഡർ വേണം. ആ ലീഡർ എപ്പോഴും ആക്റ്റീവ് ആവണം. ആ ലീഡർ എവിടുന്ന് ആക്റ്റീവ് അല്ലാതെ മാറിയോ പാക്ക് ഡിസ്മാൻഡിലായി.
ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്ക് ഇൻടാക്റ്റ് ആക്കി വയ്ക്കുക, ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകാൻ നിൽക്കുക. അപ്പം ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആർക്കാണ് പ്രശ്നം, എന്താ പ്രശ്നം എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഓവർ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പറയുന്നല്ലോ നീ വന്ന ഇതാ നിന്റെ മൂട്ടിനായത് കൊണ്ടത് ഇത് സ്ക്രിപ്റ്റ് ആണല്ലോ പന്നി എടുത്തോ സാധനം എടുത്തോ. മനസ്സിലായി, ഇന്നലെ ഇങ്ങനെയായിരുന്നു. എനിക്ക് ഒന്ന് പോൾ എങ്ങനെ ഇട്ട സ്പിന്ന് നോ സ്പിന്ന് വെച്ച് പോൾ ഇട്ട എല്ലാരും സ്പിന്ന് അങ്ങനെ ഉണ്ടോ? 11,000 വോട്ട് 11,000 ആൾക്കാർ 12,000 12,000 വോട്ട്. ആൾക്കാർക്ക് ഞാൻ ചാകുന്നത് കാണണം ഈ നായ്ക്കൾക്ക്. 12,000 റെഡി 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 ലെറ്റ്സ് ഗോ. ഞാൻ ഒരു കാര്യം പറയും, എന്തെല്ലാം കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും ഇന്ന് നീ ഷഡ്ഡിയുടെ ഡാൻസ് കളിച്ചേ മതിയാവും ഷമീറ. ഇന്നലെ എന്റെ കുണ്ടി ഇതെന്താ പോൺ ഹബ്ബാ? ഞാൻ പറയട്ടെ, ഇത് ഷഡ്ഡി ഇട്ട് തുള്ളുവാന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിഹീന. ഇത് ചിരിയല്ലട വരുന്നത്. എന്തൊരു മാസം ഇതാണോ മാസ്? അത്രയും വേണ്ടായിരുന്നല്ല. നമുക്ക് ഇതങ്ങ് മാറ്റിയാലോ, ഈ പനിഷ്മെന്റ് സംഭവം മാറ്റിയാലോ? ഇത് മാറ്റിയാ നീ ലൈവ് ചെയ്യൂല. ഇതെല്ലാവർക്കും കിട്ടണം, ഇതെല്ലാരും ചെയ്യണം. നിനക്കോ പെണ്ണിട്ടില് ബാക്കിയെല്ലാരും ഇത് പറ. ഇവനായോണ്ട് ഇത്രേ റാംബോ എല്ലാം കളിക്കുന്ന ആലോചിച്ചാ ഇതെന്തൊരു ചെറ്റ പരിപാടിയാണ്. നേരത്തെ ആവണം ഇത്. അതായത് ഇവരെ ലൈവിലെ ആസ് യൂഷ്വൽ പരിപാടി, അതായത് തെറി വിളിച്ച വീല് സ്പിൻ ചെയ്യും, പണിഷ്മെന്റ് കൊടുക്കും. ഷെഡ് ഡാൻസ് മോനെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൊപ്പി. ഞാൻ ഇത് തൊപ്പീൻ്റെ പിടിപ്പുകളെ പറയും, ഇത് കംപ്ലീറ്റ്ലി തൊപ്പീനെ പറയും. കാരണം തൊപ്പി ഫാമിലി ഓഡിയൻസ് ഉണ്ട്, ഫാമിലി ഓഡിയൻസ് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇത് ബിസിനസ് ചെയ്യാൻ ഒന്നും കൂടി. ഞാൻ അവിടെ അഗെയിൻ പറയുന്നത്, ഹനാൻ ഷായുടെ ഒരു ഫാമിലി ക്രൗഡ്, ഹനാൻ ഷായുടെ ഒരു പാക്ക്, അവരുടെ ഒരു ഗ്രൂപ്പ്, അവർക്കുള്ളൊരു ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ്. അത് ഫാമിലി വ്ളോഗാണ്, ഇത് സ്ട്രീമിംഗ് ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഫാമിലി ഓഡിയൻസിനെ അവിടെ പിടിച്ചിരുത്തുക എന്നുണ്ടെങ്കിൽ അതൊരു എഫേർട്ടാണ് ആ സാധനം. അതിൽ കുറേ സാധനങ്ങൾ നമ്മൾ വാണ്ടഡ്ലി കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഗ്യാങ് ആയി പോകുമ്പോൾ വിളിക്കുന്ന തെറികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുൽസിത വർത്താനങ്ങൾ, കാണിക്കുന്ന ആക്ടുകൾ, ഇതൊക്കെ മാറ്റേണ്ടത്. നമ്മളൊരു നന്മയിൽ ഉണ്ണികൾ കോമഡി പറയുന്ന, ഇതിപ്പോൾ കോമാളി കളിച്ച് കോമഡി കാണിക്കുന്ന അല്ലെങ്കിലും കോമഡി പറയുന്ന, പാട്ട് പാടുന്ന ഒരു ഫാമിലി വൈബ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ അവർ നിൽക്കൂ. അല്ലെങ്കിൽ അവർ നിൽക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തൊപ്പി കുറേ കാലമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ സ്ട്രീമിങ്ങിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര വിഷയമാണ്. കാരണം ഒന്നാമത്തെ സീൻ എന്താ വെച്ചെങ്കിൽ, തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടിട്ടാണ് ഇവിടെ ഓരോരുത്തരും, മമ്മു, ഷമീർ, റാംബോ, അതിനകത്തുള്ള എല്ലാവരും, ഓക്കെ, മുന്നു ഒഴിച്ച് ബാക്കി എല്ലാവരും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടിട്ടാണ് ഈ ലൈവിൽ കയറുന്നതും സ്ട്രീമർ ആവണമെന്നും ഗ്യാങ് കയറണമെന്നും വിചാരിച്ച് വന്നിട്ടുള്ളത്. ഇപ്പോഴുള്ള തൊപ്പി അല്ല അവർക്ക് പഴയ തൊപ്പിയിലാണ് അവർ ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. അത് പറഞ്ഞു മാറ്റിക്കാൻ ഒരു ടൈമിലും തൊപ്പിയെ കൊണ്ട് സാധിച്ചില്ല. ഇതിനകത്ത് മമ്മു ഏറെ പോയപ്പോൾ ഞാനിത് പറഞ്ഞതാ, തൊപ്പിയാണ് അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. തൊപ്പി സ്റ്റേൺ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം, മനസ്സിലായോ? അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഈ ചങ്ങായി അലമ്പായി. ഈ ഷമീർ ആദ്യം മുതലേ കൈവിട്ട് പോവാണ്. ഓക്കെ, ഷമീറിന് വളം വെച്ച് വിട്ടത് മൊത്തം തൊപ്പി ഒരാളാണ്. പാക്ക് ഓഫ് ദ ലീഡർ ഇതിന് ഉത്തരം പറയണമെന്ന് ഞാൻ പറയുള്ളൂ. അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം ഈ ഡാൻസ് ഇപ്പോൾ തെറി വിളിച്ചു, ആ തെറിയേക്കാൾ വലുതാണ് ഈ ജഡ്ഡിട്ട് ഇതിന് അത് ഇളം തുള്ളുന്നത്. ഇത് ആദ്യം തുള്ളാൻ വേണ്ടി പറയാൻ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു ഷമീറിനൊപ്പം. ഷമീർ അവിടെ വന്ന് 100 വട്ടം അവരോട് പറഞ്ഞതാണ് ഇത് മോശം പിടിച്ച പരിപാടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഈ ജഡ്ഡി ഡാൻസ് ഷമീറിന് വന്നപ്പോൾ ഇത്രയും പോൾ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ആളുകളുടെ മുന്നിൽ ഷമീർ എന്ന് പറയുന്നത് പഴയ തൊപ്പിയുടെ ക്യാരക്ടറാണ്. മനസ്സിലായോ? ഒരു ടൈമിൽ ഇത് മമ്മു ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഷമീറാണ്. മമ്മൂൻ്റെ ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് ഷമീർ പോകുന്നു. തൊപ്പിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എക്സ്ട്രീം ആയിട്ടില്ല, പക്ഷെ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും എല്ലാ ചാൻസും ഉണ്ട് ഷമീറിന്. കാരണം ഷമീർ വേറെ ഒന്നും നോക്കുന്നില്ല. എൻ്റർടൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചാറ്റ് പറയുന്ന എന്ത് അപരാധിത്തരവും കാണിച്ചു കൂട്ടുന്നതാണ് ഷമീർ. ആ ലെവലിലാണ് ഷമീർ പോണേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, തൊപ്പി അനുഭവിച്ച ഒരു തരം മെൻ്റൽ ടോർച്ചർ ഉണ്ട്, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം മെൻ്റൽ പ്രഷർ ഉണ്ട്. ആ റൂമിനകത്തും ആ ചുറ്റുപാടിലും അത് നിങ്ങൾക്ക് ഭയങ്കര ആഘോഷമായിട്ട് തോന്നും ഷമീറിന്. പുറത്തിറങ്ങുമ്പോൾ ഷമീറിന് അത് തൊപ്പീനോട് ചോദിച്ചാൽ മതി, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുത്തൻ നിങ്ങളൊപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാം അവനോട്. ഇപ്പം അവൻ മാറിയ മാറ്റം അവൻ എത്ര പീസ്ഫുൾ ആയിട്ടാവും അവൻ ജീവിക്കണേന്നറിയും. സമാധാനം ഉണ്ടാവും, അവന് ആക്സെപ്റ്റൻസി ഉണ്ടാവും, ക്രെഡിബിലിറ്റി ഉണ്ടാവും. ഇത് അവിടെ പോയിട്ടേ ഞാൻ ഇതിലേക്ക് വരുന്നില്ലല്ലോ. പഴയ തൊപ്പിയിലോട്ട് പോയിട്ടേ ഞാൻ പുതിയ തൊപ്പിയിലേക്ക് വരുള്ളൂ, നിഹാദിലേക്ക് വരുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ റോൾ പ്ലേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ തൊപ്പി, ആ നിഹാദ് എന്ന് പറഞ്ഞ റോളിലേക്ക് നിങ്ങൾ കയറിപ്പോ. ഷമീറിനൊക്കെ അത്യാവശ്യം സംസാരിക്കാൻ അറിയാം, അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യാൻ അറിയാം, എല്ലാ പണി അറിയാം അവർക്ക്. പക്ഷെ ആ തൊപ്പിയിലേക്ക് പോയിട്ടേ ഇപ്പുറത്തേക്ക് നിഹാദിലേക്ക് വരുള്ളൂ എന്നുള്ള നിങ്ങളുടെ അഡമൻസ് സ്റ്റാൻഡാണ് മാറ്റേണ്ടത്. ഇത് ഷമീർ ആയതുകൊണ്ടാണ് ഇത്രയും വോട്ട് വീണത്. വേറെ ആർക്കും ജഡ്ജി ഡാൻസിന് ഇത്ര വോട്ട് വീഴില്ല. അവർ കളിക്കില്ല എന്ന് ഉറപ്പാണ്. അവരൊക്കെ ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കും. പക്ഷേ ഷമീറിനെ കിട്ടും ഇതിന് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ചാറ്റ് ഇത്രയും വോട്ട് ചെയ്ത് വിട്ടതും ഇവൻ ഈ കളി കളിച്ചതും. അപ്പം ചുറ്റുപാടും നിന്ന വിക്കി ആണെങ്കിലും അച്ചാനാണെങ്കിലും ബാക്കി എല്ലാവരാണെങ്കിലും ഇതിന് കൈയടിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ അധികം ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫേസ്ബുക്ക് റൈറ്റപ്പ് ഞാൻ കണ്ടു. സാധാരണ ഇങ്ങനത്തെ സാധനം വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നത്, ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. കാരണം ഇത് എത്ര പറയും ഇവരോട്, എത്ര പറയും, പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വിട്ടിരുന്നു. ഇത് വീഡിയോ ആയിട്ടൊന്നും അങ്ങനെ ആരും കാര്യമായിട്ട് ചെയ്തില്ല. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വൾഗർ സാധനം കളിക്കുമ്പോൾ എടുത്ത് പഴയ തൊപ്പീനൊക്കെ നമ്മൾ എത്രയോ വിമർശിച്ചതാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഈ കേസിൽ ആരും അങ്ങനെ മാസീവ് വിമർശനമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതുവരെ ലൈവിൽ ഭയങ്കര ചർച്ചയാവുന്നു. ആ ചർച്ചയായി മാറുന്നു, തമ്മിലുള്ള ഈഗോ പൊട്ടുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വർത്തമാനങ്ങൾ ഒരുപാടായി മാറി. ആ ഈഗോന്റെ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഇത് പലരോട്ടത്തും അടിയടിയെല്ലാം കണ്ടു അങ്ങനെ എന്തെല്ലാം. നീ എന്താ നീ പുതിയ അടിച്ച് ഞാൻ പൊട്ടിക്കും. ഇത് ശരിയല്ല ഷമീറ, ഞാൻ കാര്യം പറഞ്ഞ. ചാറ്റ് ആദ്യമായിട്ടാണോ ഇതാക്കുന്നത്? ചാറ്റ് എന്തെല്ലാം പറയും, അന്നെന്തെല്ലാം പറയുന്നത്, മുന്നേ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ നിനക്ക് ഇപ്പൊ വല്ല പ്രശ്നം? ഇത്രയും കാലം എന്താ നിന്നെ പറയില്ല. എടാ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് എല്ലാം കിട്ടിയത് നിനക്ക് ആദ്യ സമയത്ത്. നീ മറന്നുപോയാ നിന്റെ ഫസ്റ്റ്? എടാ അതങ്ങനെയാണ്, ഇടക്ക് വരും ഇടക്ക് പോവാ. അങ്ങനെ ഇപ്പൊ മമ്മൂന്റെ എല്ലാം നോക്കും, മമ്മൂനെല്ലാം എന്തെല്ലാം ഇത് വരുന്നത്. ഇതാ ജീവിതകാലം മൊത്തം ഹെയ്റ്റ് കിട്ടുന്ന ഒരുത്തിന് ഇതാ. എടാ അതിന് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ ഹെയ്റ്റ് പോലും നിനക്കില്ല. നിന്നെ ഒരാള് എല്ല് പോലും ഇടുന്നില്ല. ഒരാള് ഞാൻ പറയട്ടെ, ചാറ്റിൽ ഗൈസ് ആരെങ്കിലും ചാറ്റിലും ഷമീറിന്റെ എല്ലാം ഇട്ടിട്ടുണ്ടോ? ഇല്ല. അസ്പാഖിന്റെ എലിന്റെ സൈൻ ഇടുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ നിന്നെ എല്ലാം ആരും ഇടുന്നില്ല, ഒരാൾ പോലും നിന്നെ എല്ലാം ഇട്ടിട്ടില്ല. നീ കണ്ണൂർ കിങ് തന്നെയാണ്. എന്താണ് ഇങ്ങനെ പറഞ്ഞു? കിരീടത്തിന്റെ ചിഹ്നം മാത്രമേ വരാവൂന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഈഗോ ആണെന്ന് പറയുന്ന തിരിച്ചു പറ. ഈഗോ ആണെന്ന് പറഞ്ഞാൽ നീ പവറ തെറി വിളിക്കല്ല, തെറി വിളിക്കണ്ട. നീ പറ, തിരിച്ച് സംസാരിക്കേ. എല്ലാം വിട്. നിങ്ങളെ ചാറ്റിലുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. മെമ്പേഴ്സ് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഓരോ എടാ മോനെ നിങ്ങളൊന്ന് അപ്പുറത്ത് പോകും, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. മെമ്പേഴ്സ് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഓരോ പരിപാടിയും കൊണ്ടിറങ്ങും. മനസ്സിലാ? ഇത് ഓന്റെ സൈന് കുറേ ഇടും, ഇവന്റെ കുറെ സൈൻ ഇടും. ഇവൻ നല്ലതാണ്, ഓൻ മോശമാണ്, ഇവൻ മോശമാണ്, ഓൻ നല്ലതാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടി ഉണ്ട്. മനസ്സിലാ? പിന്നെ ഇത് നിർത്തണം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യുന്നു, റാംബോ ലൈവ് ചെയ്യുന്നു, ഷമീർ ലൈവ് ചെയ്യുന്നു, കുര്യന് വരും, ജാസി വരും. ഞാൻ പറയുന്നത് ആര് ലൈവ് ചെയ്യുകയാണെങ്കിലും വേറൊരാളെ പേര് പോയിട്ട്, ഇപ്പൊ എന്റെ പേര് പോയിട്ട് ഷമീറിന്റെ ലൈവിൽ പോയിട്ട് സ്പാം ചെയ്യരുത്. എന്റെ മറ്റേ തൊപ്പിന്റെ സൈനുള്ള നീല തൊപ്പി എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. റാംബോന്റെ സ്ട്രീമിലും പോയിട്ട് സ്പാം ചെയ്യുക. പിന്നെ കിങ്ങിന്റെ സൈന് പോയിട്ട് റാംബോന്റെ ഷമീറിന്റെ കിങ്ങിന്റെ സിമ്പിൾ കൊണ്ട് പോയിട്ട് റാംബോന്റെ സ്ട്രീമിൽ സ്പാം ചെയ്യുക. ഈ പരിപാടി നടക്കൂല. അവരവരുടേതായ ഇതിൽ അവരവരുടേതായ കാര്യങ്ങൾ സ്പാം ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ നിങ്ങളെ അടി ഉണ്ടാക്കരുത്. മനസ്സിലാവും? എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ ഗ്യാങ് മുന്നോട്ടേക്ക് പോകും. മനസ്സിലാവും? നോക്കണോ? ഓക്കെ ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കാം. ഇത് തൊപ്പി ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, ഷമീർ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അഷ്ഫാഖിനെ പൊക്കുന്നു. അഷ്ഫാഖ് വന്നപ്പോൾ തന്നെ ഷമീറിനൊരു വിഷയമുണ്ട്. അത് ബേസിക്കലി അത് ഭയങ്കര എവിഡൻ്റ് ആണ്. കാരണം
മുനു അങ്ങനെ അങ്ങോട്ട് തൊപ്പിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ലൈവിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴോ സാധനങ്ങൾ വരുമ്പോഴൊക്കെയാണ് മുനു ആക്റ്റീവ് ആവുന്നത്. അല്ലാത്ത വട്ടം ഷമീർ തന്നെയാണ് ഓൾ ഇൻ ഓൾ എന്നുള്ള രീതിക്ക് തൊപ്പിയുടെ ഒപ്പം നിൽക്കുന്നതും വർത്താനം പറയുന്നതും ആ ഒരു കോംബോ ഭയങ്കര വർക്കാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഷ്ഫാഖ് വന്നോട് കൂടിയിട്ട് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആണ് ഷമീറിൻ്റെ മുഖത്ത് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ അഷ്ഫാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ചാറ്റിൻ്റെ ഒരു വൈബ് അതിനനുസരിച്ച്, ചാറ്റ് എന്നല്ല ആ ഒരു സാധനത്തിനനുസരിച്ച് സംസാരിക്കുന്നുണ്ട്, മനസ്സിലായോ? അത് അഷ്ഫാഖിന് പറ്റുന്നത് കൊണ്ട് തന്നെ ചില ടൈമിൽ ഈ പറഞ്ഞ ഈഗോ ഇതിനകത്ത് ഷമീറിന് നല്ല വർക്കൗട്ട് ആയത് ഭയങ്കര വിസിബിളാണ്. പിന്നെ അത് ഓബിയസ്ലി തൊപ്പി പറഞ്ഞു വന്ന കാര്യങ്ങളുണ്ട്. അതായത് തൊപ്പിയുടെ ചാറ്റിൽ വരുന്ന സമയത്ത് ബാക്കിയുള്ളവരെ പോകുമ്പോൾ അപ്പുറത്തുള്ളവൻ്റെ അതിനപ്പുറത്ത് പോയിട്ട് അപ്പുറത്തുള്ളൂ ഇത് വരും എന്നുള്ളത് തൊപ്പിക്ക് മനസ്സിലാവില്ലേ? തൊപ്പി ഇത്ര ലൈവ് ചെയ്ത ഒരാളല്ലേ. ഇത് ചിന്തിച്ചാൽ പോരെ. ബേസിക്കലി നിങ്ങളുടെ ഇടയിലുള്ള അടികളും നിങ്ങളുടെ ഇടയിലുള്ള സ്ക്രിപ്റ്റും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ചാറ്റിൽ നിന്നല്ലേ. ചാറ്റ് പറയുന്നു, ചെയ്യുന്നു, ചാറ്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, ചാറ്റാണെല്ലാം. ആ ചാറ്റ് കളിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈഗോ നിങ്ങൾക്ക് വരാൻ പാടില്ല. റാംബോൻ്റെ ലൈവ് പോയിട്ട് തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ അത് റാംബോയ്ക്ക് അത് ഈഗോ ആവാൻ പാടില്ല. ഷമീറിൻ്റെ അവിടെ ചെന്നിട്ട് ഷമീറിൻ്റെ കിരീടം വെക്കുന്നതിനപ്പുറത്ത് കൊണ്ട് എരിയിട്ട് തൊപ്പി ഇട്ടുന്നുണ്ടെങ്കിൽ ഷമീറിന് അത് ഈഗോ അടിക്കാൻ പാടില്ല. അത് പരസ്പരം നിങ്ങൾ ആ സർക്കിളിലുള്ള ആൾക്കാരല്ലേ മനസ്സിലാക്കണ്ടേ. അതൊന്നും പോയിട്ട് ഈ വ്യൂവർഷിപ്പിനോട് പറയേണ്ട ഒരു കാര്യമില്ല. ആമാർ ഇതൊന്നും മനസ്സിലാക്കും തോന്നുന്നുണ്ടാ? ഡാർക്ക് ആയിട്ടുള്ള വേർഡ്സ് മാത്രം ബാൻ ചെയ്തിട്ട് നോർമലി ഉള്ള തെറിയെല്ലാം നമുക്ക് അലോ ചെയ്യാം. അതായത് നായിന്റെ മോനെ ഓൾറെഡി നമ്മൾ അലോ ചെയ്തതാണ്. അതേപോലെ മൈ വേർഡും കൂടി ഇതിൽ ആഡ് ചെയ്യണം. തെറി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ആകെ നായിന്റെ മോൻ മാത്രമേ പറ്റൂ, ബാക്കി ഒന്നും പറ്റൂല. ആണ് അങ്ങനെയാണ്. അല്ലാണ്ട് ഇത് ബാക്കി ഇത് ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യം? ഇത് ഫാമിലി ആയിട്ട് കാണുന്നവർക്ക് അതിന്റെ പ്രശ്നം തന്നെ ആണ്. പക്ഷെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഷമീർ പറയുന്നു, ഷമീർ ഫേക്ക് വർത്താനം ഷമീർ റിയലി അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഷമീർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്. ഫാമിലി ഓഡിയൻസിന് ഞാൻ യോജിക്കുന്നത്. ചെറിയൊരു തെരുവുകൾ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും വിളിക്കുന്നത് ആ ഒരു ഇതിൽ സംഭവിക്കുന്നത്. അല്ലാണ്ട് വലിയ തെരുവുകളൊന്നും വിളിക്കാണ്ട് നിന്നാൽ മതി. എന്റെ അഭിപ്രായം ഫാമിലി ഓഡിയൻസിനെ അത്രേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ ഷടി ഇട്ടതുള്ളൂ. അങ്ങനെ ഇത് ഇവനടക്കം കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇത് ചെയ്തത്. ഇവിടെ മുതിർന്ന കല്യാണം കഴിഞ്ഞ അച്ഛനുണ്ട്, ഇവനുണ്ട്, എല്ലാം ഓനോടുണ്ട്. ഇവിടെ ഉണ്ടാകുമ്പോ എന്നെ ചെയ്തത്, ഇവിടെ ഉണ്ടാകുമ്പോ ചെയ്തത്, ഇവിടെ ഉണ്ടാകുമ്പോ ഇത് എന്നാലും ഒരുത്തന്നെ തടയാൻ പറ്റില്ല. ഡാൻസ് കളിക്കാൻ വന്ന അസ്പാക്ക് എന്ത് ചെയ്യും? ഒന്ന് പറയട്ടെ, ഞാൻ ഷഡ്ഡിയിട്ട് തുള്ളും ഇവനുണ്ട്. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാം, അവളെ പീഡിപ്പിക്കാം, അതിന് കുഴപ്പമില്ല. പീഡിപ്പിച്ച ശേഷം കുഴപ്പമുണ്ട്. അതേപോലത്തെ വർത്താനം ഇപ്പൊ പറഞ്ഞത്. അതുപോലത്തെ ഇത് കണ്ടോണ്ട് നിന്നിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം മറ്റേ അതായത് തൊപ്പിയാണ് സത്യത്തിൽ ഇവരെയൊക്കെ വള്ളം വെച്ച് വിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രീമേഴ്സാണ്, നമ്മൾ കോമാളികളാണ്, നമ്മൾ ചാറ്റ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ വില പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എരി കൂട്ടി കൊടുത്തത് തന്നെ തൊപ്പിയാണ്. ഇപ്പം ഈ ലൈവിലൊക്കെ തൊപ്പി ആ സാധനം വീണ്ടും അടിക്കുന്നുണ്ട്. പിന്നെ ഈ ഷമീർ അവിടെ റെഡ് ഡാൻസ് കളിച്ച സമയത്ത് അവിടെ ഉള്ളവരൊക്കെ എൻജോയ് ചെയ്തു. കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവുന്നത് ഷമീർ കളിച്ചതിന് ശേഷമാണ്. ഓക്കെ, അതുവരെ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തൊപ്പി അവസാനം ചന്തി പൊള്ളിയത് വരെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടോ നീ കളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കളിപ്പിച്ചതാണ്. അപ്പോൾ ഷമീർ പറഞ്ഞതിനോട് പോയിന്റ് ഉണ്ട്. ഇത് ഇത്രയും നേരങ്ങൾ ഇത് നോക്കിയിരുന്ന് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് അയ്യോ എന്ന് തോന്നിയാൽ അതെന്ത് പരിപാടി? പിന്നെ അതിൻ്റെ പേരിൽ ഷമീറിനെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബേർ മിനിമം മാന്യത വരെ കാണിക്കേണ്ടത്. അതവിടെ ഒരാളും കാണിച്ചിട്ടില്ല. ഷമീറിനെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സംഗതി കാണിക്കുന്നുണ്ട്. പിന്നെ അഷ്ഫാഖ് വർത്താനം പറയുമ്പോൾ ഷമീറിന് പൊള്ളും. കാരണം ഷമീറിന് അഷ്ഫാഖിനോട് അത്യാവശ്യം ഈഗോ വർക്കൗട്ട് ആയിട്ടുണ്ട് അഷ്ഫാഖ് വന്നതിന് ശേഷം.
കാരണം തൊപ്പിക്ക് അഷ്വാഖിനോട് ഒരു കൂടുതൽ കൺസേൺ ഉണ്ടോ, അല്ലെങ്കിൽ ചാറ്റിൽ അഷ്വാഖിനെ പൊക്കാനുള്ള ശ്രമം നടക്കുന്നുള്ളതൊക്കെ തോന്നാനായിരിക്കാം മനസ്സിൽ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് ഡാൻസ് കളിപ്പിച്ചു എന്നുള്ളതിൽ എല്ലാവർക്കും, അവിടെ നിന്ന ഓരോരുത്തർക്കും, വിക്കി അച്ചാനടക്കം എല്ലാവർക്കും അതിനകത്തൊരു പങ്കുണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ ഈ കളിച്ചുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഓരെടുത്ത് തൂക്കേണ്ട ആവശ്യമൊന്നും ഇവർക്കില്ല. ഓക്കെ, പിന്നെ അവരുടെ ഒഴിവാക്കാതിരിക്കുക, ദാറ്റ്സ് അപ് ടു ദം. പിന്നെ തെറി എന്ന് പറഞ്ഞ സംഗതി മൈൽഡായിട്ടെങ്കിലും വിളിക്കാത്തവരായിട്ട് ആരുമില്ല. സ്ട്രീമേഴ്സാണ്, വ്ളോഗേഴ്സ് അല്ല. അവർക്ക് തെറി എന്ന് പറഞ്ഞ സാധനം വരും, കാരണം അത്ര റോ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ റിയൽ ആയിട്ട് റോ ആയിട്ട് എഡിറ്റ് ചെയ്യാതെ ചെയ്യുമ്പോൾ അത് വരുവിടെ, അത് വരാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഓഡിയൻസും കൂടിയാണ് നമ്മളത്. അങ്ങനത്തെ തെറിവിളിയൊക്കെ ചില സാധനങ്ങളൊക്കെ ആക്സെപ്റ്റ്. ഇപ്പോൾ ഏത് വീട്ടിലാണ് തെറിയില്ലാത്ത? എല്ലാ വീട്ടിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഇല്ല, എല്ലാ ഭാഷയിലും തെറി. അച്ഛനമ്മമാരനെ വിളിക്കുന്ന കുട്ടികൾ കേൾക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയ തുറന്നാലും സിനിമയിലൊക്കെ തെറികളുണ്ട്. തെറികൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വൾഗാരിറ്റി പറയാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതേപോലുള്ള ഡാൻസുകളും പരിപാടികളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വിസിബിളി ഭയങ്കര റോങ് ആയിട്ടുള്ള ഐറ്റങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീരേണ്ട വിഷയമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ഷമീറിനെ എല്ലാവരും കൂടിയും പിടിച്ചെന്ത് ചെയ്തു, എന്തോ കൊടൂര കുറ്റം ചെയ്ത ഒരുത്തനെ പോലെ പോർട്രേറ്റ് ചെയ്ത് കൂട്ടത്തിൽ അഷ്വാക്ക് വന്നിട്ട് അഷ്വാക്ക് ഞാൻ ഡാൻസ് കളിക്കില്ല, അശോക അങ്ങോട്ട്. ഇത് സത്യത്തിന് എന്താ പറയുക, എല്ലാവരും ചോദ്യം ചെയ്യുന്നത് തൊപ്പീനെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലൈവിനകത്ത് ഷമീർ ചോദ്യം ചെയ്യുന്നത് തൊപ്പീനെ, ജാസി പോയിട്ട് പറയുന്നത് തൊപ്പീനോട്, ഈ പറഞ്ഞ അഷ്വാക്ക് ചോദ്യം ചെയ്യുന്നത് തൊപ്പീനെ. തൊപ്പിയാണ് ഇതിൽ സത്യത്തിൽ പെട്ട അവസ്ഥ. കാരണം ഇവരൊക്കെ ഇങ്ങനെ ആക്കും ചെയ്തു, ഇവരോട് ഉത്തരവും പറയണം, ഇത് വ്യൂവേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയും കീപ്പ് ചെയ്യണം. ആകെ എട്ടങ്ങാറായിക്കിന്. നീ ലീഡറല്ല, ഉത്തരം ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ട്. ആണ് ആ ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ട് തെറി ഒഴിവാക്കുന്നു. എന്നിട്ട് ആ തെറി വിളിച്ചാൽ ഷഡ്യൂൾ ഡാൻസ്. ശരിയാണ്, അതിന്റെ ലോജിക്ക് എന്താ? അത് ഓക്കെ. അത് വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം. കോമാളിത്തരം കാണിക്കാനോ അങ്ങനെ ഫെയിം ആനാൻ വേണ്ടിയിട്ടെങ്കിൽ പണ്ടേക്ക് വേണ്ട നിന്റെ അപ്പുറം കൂടേനും ആണോ? അതൊന്നല്ല പറയട്ടെ, ആയിരുന്നോ? എന്ത് കാണിച്ചാലും ഫെയിം ആനോ, എന്ത് കോമാളിത്തരം കാണിച്ചാലും, എന്ത് ഇത് കാണിച്ചിട്ടാണെങ്കിലും ഫെയിം ആണെന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിലും ഞാൻ എന്ത് കോമാളിത്തരത്തിൽ പണ്ട് ഇതിന്റെ പേര് നിന്നേനെ. ഇന്ന് ഇപ്പൊ നീ അല്ല, ഞാൻ പറയട്ടെ, അത് കണക്റ്റഡാ. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് ഫാമിലി ഓഡിയൻസിന് കാണുന്നതെന്ന് നമുക്കൊരു എല്ലാവരും അതിനാണ് തെറിവാക്കുന്നത്. ആ തെറി വിളിച്ചിട്ട് കാണിക്കുന്നത് ഷഡ്യൂരിറ്റി. അത് ഞാൻ ഗ്യാങ്ങിന്ന് പോണോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ വേണ്ട, ഞാൻ ലൈവിലെ വേണ്ട തീരുമാനിച്ചാൽ പോലും ഞാനത് കാണിക്കൂല. എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ ശരി, കാരണം റൂളീസ് റൂളാണ്. ഓക്കെ, ഞാൻ ഇറങ്ങിപ്പോണ്ടി വന്നാലും ശരി, റൂളീസ് റൂൾ അറിയാം. പക്ഷെ എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ ഞാനൊക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ ലീഡർഷിപ്പ് ഒരു കാര്യം, ഞാൻ ഇവിടെ ഇത് കളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ 10-40 വയസ്സായ അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ വിക്കീത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നിയാദ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ അസ്പാക്ക് ഇവന്റെ ബായിൽ അണ്ണാക്കില് പിരിവെട്ടിയാന്ന് അല്ലെ പള്ളിയിൽ നേർച്ച കൂടാൻ പോയ നീ പള്ളിയിൽ നേർച്ച മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആസ് എ സ്ട്രീമർ ഇവൻ അത് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇവന് അത് ചെയ്തിട്ടില്ലെങ്കിൽ ചാറ്റിന്റെ ഇത് കിട്ടൂല. ചാറ്റ് പറയുന്നത് തെറ്റ് ഇതാക്കി കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാറ്റിന്റെ സപ്പോർട്ട് കിട്ടൂല. കാരണം ചാറ്റ് പറയുന്നത് ചെയ്യാന്നുള്ള ഞാനായാലും ഷമീർ ആയാലും നമ്മൾ രണ്ടാളായാലും അത് ചെയ്യേണ്ടത്. പക്ഷെ അസ്പാക്കിനെ സംബന്ധിച്ച് ഇവനൊരു സ്ട്രീമർ അല്ല, ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത് രണ്ടാളും ഷമീർ ചെയ്തത് തെറ്റാണോ റോങ് ആണെന്നുള്ളത് ഓന്റെ പെർസ്പെക്റ്റീവാ, ഓന്റെ തീരുമാന. അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ചെയ്യേണ്ടെന്ന് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ക്യാമറന്റെ മുമ്പിൽ ഇവൻ വന്നു, ഉദ്ദേശമുണ്ട്. അങ്ങനെ അങ്ങനെ ഫേമസ് ആകുന്നതിൽ തെറ്റുണ്ടോ? ഫേമസ് ആകാൻ വരുന്ന ഒരാള് പിന്നെ ഒരാളെ കുറ്റം കാണിക്കരുത്. അതായത് മൊയലിനെ കാണിച്ചിട്ട് ഇതിനെ കുറ്റം പറയരുത്. അതായത് ഇവർ പറയുന്നതിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പോയിന്റ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അഷ്വാക്ക് പറയുന്നത് അഷ്വാക്ക് ഫെയിം ആവാനൊന്നും ചെയ്യില്ല, വരാനാണെങ്കിൽ ആദ്യം തൊപ്പിനൊപ്പം വരായിരുന്നു, തൊപ്പീൻ്റെ പണ്ടത്തെ ഫ്രണ്ടാണ്, എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നാണ്, വന്നിട്ട് എന്ത് ചെയ്യുക, അന്ന് ഫെയിം അടിച്ച് പോവാം. പിന്നെ ഗ്യാങ്ങിലും ഇല്ല, MRC എന്നുള്ള വെച്ചിട്ടുണ്ട്, പക്ഷേ ഗ്യാങ്ങിലില്ല. ഷമീറിനെ സംബന്ധിച്ചിടത്തോളം ഷമീർ കാണുന്ന എന്താ, തൊപ്പി ഞാനാണ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഷമീർ പോണത്. ഓക്കെ,
അതിന് തൊപ്പിക്ക് പണ്ട് കിട്ടിയിരുന്ന ഒരു കൾട്ട് സാധനം ഷമീറിന് കിട്ടുന്നുണ്ട്, ഫാൻ ബേസ്. ഷമീർ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്, ഭയങ്കര ഓണാണ് ആ കാര്യത്തിൽ. പക്ഷേ അവിടെയും ഞാൻ പറയുന്നത് എന്താ പറയുക, ആരാണ് ഈ സ്പിൻ വീൽ വെച്ചേ, അതിൽ എഴുതിയിട്ടത് ആരാ ഈ ഷെഡ് ഡാൻസ്? ഇത് കമൻറ്റ് ബോക്സ് ഈ സാധനം ഷെഡ് ഡാൻസ് വന്നപ്പോൾ ഇത് തിരിക്കാൻ വന്നു ഷെഡ് ഡാൻസ് കളിച്ചേ പറ്റൂ എന്നുള്ളത് കമൻറ്റ് ബോക്സ് പറയൂടെ, ചാറ്റ് പറയും. ചാറ്റിന് ആ സാധനം ഇട്ടു, ചാറ്റ് പറഞ്ഞിട്ടാണോ ഈ ഷെഡ് ഡാൻസ് വെച്ചേ? ഇവരെന്നെ എഴുതി വെക്കുന്നതല്ലേ. അപ്പോൾ ആ സാധനങ്ങൾ എടുത്ത് മാറ്റുക എന്നുള്ളതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് തൊപ്പി ഒരു മെച്ചുവർഡ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തൊപ്പി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. എന്ത് വെക്കണം, വേറെ എത്രയോ ചലഞ്ചുകളുണ്ട്. തെറി വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ചെയ്യാം. 5 ലിറ്റർ വെള്ളം കുടിപ്പിക്കുക, 500 പുഷപ്പ് പിടിപ്പിക്കുക, എന്തൊക്കെ തലകുത്തി നിർത്തിക്കുക, എന്തൊക്കെ പരിപാടികളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബോക്സ് മറ്റേ ബ്രോസ്റ്റ് മേടിച്ച് തീറ്റിക്കുക, കുറേ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. കുറേ ഷർട്ടും പാൻറ്റും ഓടിക്കുക, എന്നിട്ട് ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് അത് എത്ര ഇട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ കുറേ എൻഡ്യൂറൻസ് ടാസ്കുകൾ ഒരുപാട് കൊടുക്കുക. അങ്ങനെയൊക്കെ രസമായിട്ട് ഇങ്ങനെ പോവുക. അല്ലാതെ ഇത് ചുമ്മാ വൾഗർ ലൈനിൻ്റെ മുകളിൽ പോയിട്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ പരസ്പരം ഇങ്ങനെ ഈഗോ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, വൺസ് ലീഡർ ബിക്കം വീക്ക് പിന്നെ പാക്ക് പൊളിയും. അങ്ങനെയാണ്. രാജാവ് വീക്കായ പിന്നെ രാജ്യം പോയി. രാജാവ് വീക്കാവരുത്, രാജാവ് സ്ട്രോങ് ആയിരിക്കണം. പ്രജകൾക്ക് എപ്പോഴും എന്താണ്, അപ്പം മന്ത്രിമാരും പ്രജകളും ബാക്കി മന്ത്രിമാരൊക്കെ എന്താ കാണുക, രാജാവ് വീക്കാവരുത്, രാജാവ് സ്ട്രോങ് ആണ്. മനസ്സിലായോ? രാജാവ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഓക്കെയാണ്. ഇത് രാജാവ് സ്ട്രോങ് അല്ലാതാവുമ്പോഴാണ്, രാജാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ ബാക്കിയുള്ളവർക്ക് റെസ്പെക്റ്റ് പോവുകയാണ്, അല്ലെങ്കിൽ അത് കേൾക്കാത്തൊരവസ്ഥയ്ക്ക് ബാക്കിയുള്ള ആളുകൾ മാറുമ്പോൾ അത് ഈഗോ ക്ലാഷ് ആവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളാവും, ചാറ്റ് ഡിസ്മാൻഡിലാവും ഭയങ്കരമായിട്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, ഇനിയെങ്കിലും അടിപിടിയും കച്ചറി ഈഗോ ഒന്നും ഇല്ലാതെ പോകാൻ നോക്കുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, തൊപ്പി ആ ഒരു ട്രാക്കിൽ കൃത്യമായിട്ട് കയറുക. പിന്നെ എല്ലാം സ്ട്രീമേഴ്സാണ്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ സ്ട്രീമേഴ്സ്, നിങ്ങളുടെ നീഷ് അതാണ്. ഇപ്പോൾ ഈഗിൾ ഒരു സ്ട്രീമറല്ലേ, ഈഗിൾ ഓക്കെ തെറി വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും വൾഗർ ലൈനിലൊന്നും ചെയ്യാറില്ല. ഈഗിൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സാധനം വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചാടിത്തുള്ള മറ്റത് പാക്കായിട്ടുള്ള ഇതേപോലത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് വെച്ച് പഴയ തൊപ്പിയുടെ ക്യാരക്ടേഴ്സിനെ പലരിലൂടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അവർ സ്വയം എടുക്കുമ്പോൾ തൊപ്പി അത് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മമ്മു ഏറിപ്പോയത്, ഷമീർ പോണത്. ഇനി ആ പാക്കിൽ ബാക്കി ആരെങ്കിലും നാളെ വീണ്ടും ആ സാധനം എടുത്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അതവിടെ തീർന്നു. ആ ക്യാരക്ടർ പോയി. ഐഷോ സ്പീഡിൽ നിന്ന് തൊപ്പി വന്നു. തൊപ്പിയിൽ നിന്ന് ഇനി വേറൊരു തൊപ്പീനെ മലയാളികൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ട. ഇപ്പോഴുള്ള മെച്ചൂർ തൊപ്പീനെ കാണിച്ചു കഴിഞ്ഞാൽ അതല്ല നല്ലത്. പഴയ സാധനം എടുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഈഗോ പ്രശ്നങ്ങളും സംഗതികളൊന്നും ഇല്ലാതെ പാക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. കാരണം പുതിയ ടാലൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കൊണ്ടുവരാം. ഒരു സൈഡിലൂടെ മറ്റേ സ്റ്റെം സെല്ലിൻ്റെ ചാരിറ്റി പരിപാടികൾ ക്യാൻസർ ഉണ്ട്, അതൊരു സൈഡിലൂടെ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. അതിനൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഈ ഒരു സംഗതി അടിപിടി കച്ചറ വിന്നപ്പി പറയും, ഷമീറിനോടൊക്കെ പ്രത്യേകിച്ച് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നല്ല അടിപൊളി എൻ്റർടൈൻ ചെയ്യുന്ന സ്ട്രീമറായിട്ട് മാറാം. ഒറ്റയ്ക്ക് ഒരു സ്ട്രീം എങ്ങനെയും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചുമ്മാ ഈഗോ അടിച്ചിട്ടോ അല്ലെങ്കിൽ പഴയ തൊപ്പിയുടെ ഒരു വൈബിലേക്ക് പോകാൻ നോക്കിയിട്ടോ ഒരു രസം കളയരുത്. ഇത്രേ പറയാനുള്ളൂ. അല്ലാതെ തന്നെ നല്ല കപ്പാസിറ്റി ഉണ്ട്. റാംബോ പല വേഷത്തിലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ ഈ ഇങ്ങനത്തെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലമ്പും. പിന്നെ തൊപ്പിയാണ് തൊപ്പിയിലാണ് നിങ്ങളാണ് തൊപ്പി, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറഞ്ഞ ഫാക്ടറിലാണ് നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നുള്ളത് ആ ഗ്യാങ്ങിന് എപ്പോഴും ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ വരുത്തിക്കാൻ തൊപ്പിക്ക്, അതെപ്പോഴും കൊണ്ടു നടക്കാൻ തൊപ്പിക്ക് പറ്റുമ്പോൾ ഗ്യാങ് പോലെ ഇരിക്കും.